ഫസ്റ്റ് ഇഷ്ടമാണോ? ഞാനാ പറഞ്ഞ. പക്ഷെ എനിക്ക് അറിയായിരുന്നു ലമ്മയ്ക്ക് ഇങ്ങനെ ഇഷ്ടമാണ്. പറയേണ്ട കാര്യമില്ലല്ലോ, അതൊക്കെ മനസ്സിലാവും. അല്ല ഫസ്റ്റ് പറഞ്ഞാണ്, പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ലമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണ്. ഭയങ്കര എല്ലാരും കയ്യിലെടുക്കും. എല്ലാവർക്കും ഫഹദിന്റെ ഇഷ്ടം. ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിലോ വരെ ഫഹദിന്റെ ലംഹ ഫഹദ് എന്ന കോൺസെപ്റ്റിലെ ഞാൻ ശരിക്കും ലംഹയുടെ സീനിയറാണ് കോളേജിലെ. അങ്ങനെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ലായിരുന്നു ഞങ്ങളുടെ മീറ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഞാൻ ആദ്യം കണ്ടപ്പം എനിക്ക് ശരിക്കും ലംഹനെ അത്രയ്ക്കൊരു ഇതില്ലായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു, ഇയാൾ കുറച്ചൊരു ജാടയാണ്. എൻ്റെ ജൂനിയർ ആയിരുന്നു ആൾ. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആദ്യം നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇയാൾ കുറച്ച് ജാടയാണ്. പക്ഷെ ഞാൻ ആക്ച്വലി ഫഹദിൻ്റെ ഒരു പാട്ടും ഞാൻ കണ്ടില്ലായിരുന്നു. പക്ഷെ ആൾ ഭയങ്കര പോപ്പുലറാണ്. ഞങ്ങളുടെ റൂംമേറ്റ്സ് അപ്പുറത്ത് ഇപ്പുറത്ത് മേലെന്നൊക്കെ എല്ലാവരും സംസാരിക്കും, ഫഹദ് റഹ്മാൻ എന്നെ സംസാരം. അപ്പോൾ ആൾ ഇത്ര പോപ്പുലർ ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീട് ഞങ്ങളൊരു ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, ലാസ്റ്റ് ഇയർ ഓണം. അന്നാണ് ഞങ്ങൾ ശരിക്കും ഒന്ന് കണക്ട് ആയത്. നമ്മളിങ്ങനെ കുറേ സംസാരിച്ച് കണക്റ്റഡ് ആയി. നമ്മൾ സെയിം വൈബ്, ഫാമിലി എല്ലാം ഒരുപോലെ. അപ്പോൾ നമ്മളൊരു പോയിന്റിൽ ഫഹദ് എൻ്റെ അടുത്ത് എണിച്ച് നമുക്ക് ട്രൈ ചെയ്യാം. ഭയങ്കര ഞെട്ടലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ കളിക്ക് പറയായിരിക്കുന്നതായിരുന്നു ആക്ച്വലി ഫസ്റ്റ് വിചാരിച്ചത്. ബട്ട് ലേറ്റർ എല്ലാം സത്യമായിരുന്നു. ആക്ച്വലി ഞങ്ങളുടെ ഈ കാര്യം വീട്ടിൽ പറഞ്ഞപ്പം എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം അവർക്കെല്ലാവർക്കും ഈ ലംഹ ഫഹദ് ഹാപ്പൻ ചെയ്യണമെന്ന് ഞങ്ങളെക്കാളും ആഗ്രഹം അവർക്കായിരുന്നു. എൻ്റെ വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ വലിയ സീനൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പം മമ്മി എൻ്റെ അനിയത്തിമാർ ഓൾറെഡി സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞായിരുന്നു. അപ്പം മമ്മയും അനിയത്തിമാർ ആരും ഇത്ര ലുക്കുള്ള ഒരു ചെറുക്കൻ. പിന്നെ 2 ദിവസം റിവീൽ ചെയ്തപ്പോൾ ദേ വാസ് സോ ഹാപ്പി. എങ്ങനെ പറയേണ്ട അറിയില്ല. ബിക്കോസ് നമ്മൾ 9 months മുമ്പ് നമ്മുടെ കല്യാണം ഇങ്ങനെ പ്ലാൻ ചെയ്ത് മീൻസ് ഉറപ്പിച്ച് വെച്ചേനു. അപ്പം പെട്ടെന്ന് ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ലാസ്റ്റ് ആ മൊമെന്റിലെത്തിയപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഓ ഇന്നാണ് ആ ഒരു മൊമെന്റ്. അയ്യോ, അതൊരു വലിയൊരു എനിക്കൊരു വേക്കപ്പ് കോൾ പോലെയായിരുന്നു ആക്ച്വലി. കാരണം ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് ട്രെയിനിൽ നിക്കാഹിന് വേണ്ടി ഇങ്ങോട്ട് വരാം. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വെളുപ്പിന് എണീക്കുമ്പം എൻ്റെ മനസ്സിൽ ഇന്ന് എൻ്റെ വെഡ്ഡിങ് ആണ്. ആ മൂമെൻറ്റ് വാസ് വെരി ഇമോഷണൽ. ബിക്കോസ് നിക്കാഹ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഐ കുഡ് സീ ടിയേഴ്സ് ഇൻ പപ്പയുടെ കണ്ണിൽ. എനിക്ക് ആ ഒരു ഫീല് ശരിക്കും എനിക്ക് അത് കണ്ടിട്ടാണ് കുറച്ചും കൂടെ ഇമോഷണൽ. അപ്പം നിക്കാഹിൻ്റെ അന്ന് ആക്ച്വലി ഈ ലംഹയുടെ പാരൻസും സിസ്റ്റേഴ്സും എല്ലാവരും കൂടെ ലംഹനെ ഒരു മഞ്ചലിന് ഇങ്ങനെ കൊണ്ടുവരാം, കൈകൊട്ടി പാട്ടൊക്കെ ആയിട്ട്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ് വാസ് മൊമെന്റിൽ എനിക്ക് ആക്ച്വലി ഞാൻ ശരിക്കും ബ്ലാങ്ക് ഔട്ട് ആയിരുന്നു. എനിക്ക് ടെൻഷനായിട്ട് ഒന്നും കണ്ണ് പോലും കാണുന്നില്ലായിരുന്നു. ഭയങ്കര ഒരു ഇമോഷണൽ ആയിപ്പോയി. ശരിക്കും ഈ ഹസ്ബൻഡാണല്ലോ, ഇതുവരെ എൻ്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നല്ലോ. ഭയങ്കര എനിക്കിപ്പോഴും എനിക്ക് ടെൻഷനാവുന്നു കുറേ. എങ്ങനെയെങ്കിലും എൻ്റെ കഴുത്തിൽ താലി കെട്ടിയാൽ മതി, എന്നാലേ ഉറപ്പാവുള്ളൂ. तेरे डूबा यूं आशना तू ही मेरा है, लिख दूं खुद को पूरा मैं, तेरे नाम दोनों जहां ये. ഞാൻ റെഡിയായി ഞങ്ങളുടെ ഹോട്ടലിലെ ലോബിയിൽ താഴെ വരുമ്പം ലംഹ ഇങ്ങനെ ദാറ്റ് വാസ് ലൈക്ക് വെരി മാജിക്കൽ. ഞാൻ എനിക്കറിയില്ല എങ്ങനെ അത് പറയേണ്ടത്. ബിക്കോസ് ലൈക്ക് എൻ്റെ മനസ്സിൽ നമ്മൾ പണ്ട് കൊച്ചിലൊക്കെ ചിന്തിക്കുന്ന അങ്ങനെയൊക്കെ നമ്മൾ കണ്ടു വളരുന്ന കുറേ നമുക്ക് ഓരോ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാവില്ല, നമ്മുടെ ബ്രൈഡ് ഇങ്ങനെ ആയിരിക്കണം. ഇത് അതുപോലെ അല്ല, അതിനും ഒരു 10 times ബെറ്റർ. ഞാൻ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഷോക്കായി. ഷോക്ക് നല്ല എനിക്ക് ഭയങ്കര ഒരു ഇപ്പൊ പറയുമ്പോ തന്നെ എനിക്കൊരു ആദ്യം തന്നെ നമ്മുടെ ഇങ്ങനെ ഒരു കല്യാണം പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, റെഡ് ആൻഡ് ബ്ലാക്ക് ഇടണം.
അപ്പൊ ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്ത് വെക്കുമായിരുന്നു. അതെ, മാനിഫെസ്റ്റ് ചെയ്യായിരുന്നു. അപ്പൊ നമ്മൾ പണ്ട് ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ബ്ലാക്കും റെഡും. അപ്പൊ അതേപോലെ ഇന്ന് കാണുമ്പോൾ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ത്രൂ ആവും അല്ലേ ലംഹ? ഞാൻ എൻ്റെ പേര് ഏറ്റവും കൂടുതൽ ഇങ്ങനെ മെൻഷൻ ചെയ്യുന്ന ഒരു സോങ് ഉണ്ട്, അബി മുജ്മേ കഹി എന്ന് പറഞ്ഞത്. അപ്പോൾ അതിലും ഇങ്ങനെ റിപ്പീറ്റഡ്ലി ലംഹ 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 എന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എൻ്റെ പേരുള്ള ആ പാട്ടൊന്ന് എനിക്ക് പാടിത്തരാം. അപ്പോൾ എനിക്ക് ഒരു ദിവസം വോയിസ് റെക്കോർഡ് അയച്ച് പാടിത്തരാം. अभी मुझ में कहीं बाकी थोड़ी सी है जिंदगी, जगी धड़कन नहीं, जाना जिंदा हो मैं तो अभी, कुछ ऐसी लगन इस लम्हे में है, ये लम्हा कहा था मेरा. ലംഹ എന്ന് പറഞ്ഞാൽ ലംഹ ബൈസു എന്ന് പറഞ്ഞാൽ വെളുത്ത സുന്ദരി എന്നർത്ഥം. ഞങ്ങളെ ഫസ്റ്റിലെ വെളുത്ത സുന്ദരിയാണ് അവർ. ഇപ്പൊ ലംബന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. കാരണം അവളിപ്പം വളരെ ചെറിയ കുട്ടിയാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഓള് പൊട്ടിത്തെറിച്ചു പോകുന്ന തള്ളാണോളെ മെയിൻ. ഭയങ്കര ഹാപ്പിയാണ്. കാരണം അപ്പൂന് അടിപൊളിയായിട്ടൊരു ലൈഫ് ഉണ്ടാകുമ്പോഴാണ്. അപ്പൂന് പറ്റിയ ഒരാളെ തന്നെയാണ് അപ്പൂന് കിട്ടിയിരിക്കുന്നത്. അവര് ഒരേ വൈബിലുള്ള ആൾക്കാരാണ്. इजाजत दे जहां भी हो तेरी खुशी ले आऊंगा. എൻ്റെ കല്യാണത്തിന് ബ്രൈഡ് എൻ്റർ ചെയ്യുമ്പം ഒരു സോങ് സ്വന്തമായിട്ട് ഉണ്ടാക്കണമെന്ന് എൻ്റെ ഒരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ആജ് സജൻ എന്ന് പറഞ്ഞൊരു സോങ്ങാണ്. അതിലാണ് ലംഹ എൻ്റർ ആയി വന്ന ബ്രൈഡായിട്ട്. ആ ഒരു മൊമെന്റ് വാസ് വെരി സ്പെഷ്യൽ. तुमसे दिल मेरा वादों से जुड़ गया, जन्म जन्म का रिश्ता बन गया. दो दिलों की राहें मोहब्बत में लिख गई, इस पल से एक दुनिया है बनी. रे दीदार मेरा प्यार है, रे दीदार तू ही मेरा यार. पहले ही से ही तेरे ही थे हम, हमेशा से तू भी मेरी रे मेरी. ज़िंदगी का ख्वाब नहीं यादों की मेरी दिलों की मेरे प्यार में डूब गए, सज गया है सपनों का पलकों पे सज गई नई जो अरमां, फूलों की खुशबू से महका सा तेरे प्यार में डूब गए. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അടിപൊളിയാണ്. സിസ്റ്റേഴ്സിനൊക്കെ ഓഫ്കോഴ്സ് എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്, നെയ്ഹി ബബ്ലു. അപ്പോൾ അവർക്ക്